ഹായ് ഫ്രണ്ട്സ്, ടെക്സാസിറ്റിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ടയേഴ്സിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ടയറുകളെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ഇത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ക്യാംകോ കേരള അഗ്രോ മെഷീനറി കോർപ്പറേഷൻ്റെയും അതിൻ്റെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിട്ടുള്ളതും മെക്കാനിക്ക്, അതുപോലെ തന്നെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറും പോലീസ് വിങ്ങിൻ്റെ മോട്ടോർ ഇൻസ്പെക്ടറും ഇതിലൊക്കെ വരുന്ന സിലബസിൽ വരുന്ന ഒരു കോമൺ ടോപ്പിക് തന്നെയാണ് ടയേഴ്സ് എന്ന് പറയുന്നത്. ടയേഴ്സ് ഉണ്ട്, വീൽസും ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ടയറുകളെ പറ്റിയിട്ടാണ്. ടയേഴ്സ്. ഓക്കെ, നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്കറിയാം ബേസിക്കലി രണ്ട് ടൈപ്പ് ടയറാണ് ഉള്ളത്. എന്താണ്? ട്യൂബ് ഉള്ള കൺവെൻഷണൽ ടൈപ്പും ട്യൂബ്ലെസ് ടയേഴ്സും. നമ്മൾ ഈ ടയർ എങ്ങനെയാണ് അതിൻ്റെ പലതരത്തിലുള്ള മാനുഫാക്ചറിങ് ഉണ്ട്. അതായത് മാനുഫാക്ചറിങ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വൈസ് നമുക്ക് 3 ടൈപ്പ് ടയറുകളുണ്ട്. പിന്നെ ടയറിൻ്റെ റീഡിങ്സ്, അത് നമുക്ക് എങ്ങനെയാണ് ടയർ റീഡിങ് ചെയ്യാൻ പറ്റുന്നത്, അതിൻ്റെ കോഡ് എന്തൊക്കെ സൂചിപ്പിക്കുന്നു, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ബേസിക്കലി ഒരു ടയറിൻ്റെ ഒരു ക്രോസ് സെക്ഷനിലാണ്. അപ്പോൾ ഈ ക്രോസ് സെക്ഷനിൽ നമ്മൾ പല ടെർമിനോളജീസും ഉണ്ട്. ടെർമിനോളജീസ് ആണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ട്രെഡ് എന്ന് പറയും, അല്ലേ? ട്രെഡ് എന്ന് പറയുന്നത് എന്താണ്? അതായത് ഔട്ടർ മോസ്റ്റ് കവറിങ് ഓഫ് ദി ടയറിനെ നമ്മൾ ട്രെഡ് എന്ന് പറയുന്നത്. ഇതാണ് നോർമലി എന്താണ് റോഡ് സർഫസുമായിട്ട് കോണ്ടാക്ട് വരുന്നത്. ഒരു നല്ല റോഡ് ഗ്രിപ്പിനും വാട്ടർ എക്സ്പൾഷന് വേണ്ടിയിട്ട്, അല്ലെ വെള്ളമൊക്കെ തെറിച്ച് മാറിപ്പോവാനും, അതായത് കൂടുതൽ നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന, അല്ലെ, ഡിസൈൻ ടു പ്രൊട്ടക്ട് ദ ബോഡി ഓഫ് ദി ടയർ ഫ്രം എന്താണ് വാട്ടർ കട്ട്സ്, വെയർ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ട്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ യൂസേജിനനുസരിച്ച് ഇപ്പോൾ റബ്ബർ കോമ്പൗണ്ട്, നമ്മൾ ട്രെഡിൽ യൂസ് ചെയ്തിരിക്കുന്ന റബ്ബർ കോമ്പൗണ്ട് നമ്മൾ പല രീതിയിൽ നമ്മൾ ഇതിനെ ചേഞ്ച് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഇതിന്റെ പെർഫോമൻസും മാറാറുണ്ട്. അപ്പോൾ ഈ ട്രെഡ് പാറ്റേൺസ് ഉണ്ട്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രെഡ് പാറ്റേൺസ് ഉണ്ട്. അപ്പോൾ അത് നമ്മളുടെ ഓപ്പറേഷൻസിനനുസരിച്ചിട്ട് അതെന്ത് ചെയ്യും, നമ്മൾ ഡിഫറെന്റ് ട്രെഡ് പാറ്റേൺസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം കട്ട് റെസിസ്റ്റൻസ് ഉണ്ട്, ട്രാക്ഷൻസ്, കൂടുതൽ സർവീസബിലിറ്റി, ഇതിനെല്ലാം സഹായിക്കും. ദെൻ അപ്പോൾ അത് കഴിഞ്ഞ് ട്രെഡ് കഴിഞ്ഞ് തൊട്ട് താഴെ രണ്ടാമത് വരുന്നത് ക്യാപ്പ് പ്ലൈസ് എന്ന് പറയും. ക്യാപ്പ് പ്ലൈസ്, നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്ലൈസ് ആണ്. പ്ലൈ PLY. അപ്പോൾ ആ പ്ലൈസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ കവർ ചെയ്യുന്നത്. അപ്പം ടയർ കമ്പോസ്ഡ് ഓഫ് നമ്പർ ഓഫ് ലേയേഴ്സ്, അല്ലെങ്കിൽ നമ്മൾ പ്ലൈസ് എന്ന് പറയും. ഹൈ ടെൻസൈൽ ആയിട്ടുള്ള നൈലോൺ കോഡ് ആയിരിക്കും. നൈലോൺ കോഡ് എന്താണ് വോവൺ ചെയ്തത്, നമ്മൾ ലൂസ്ലി വോവൺ ചെയ്തിട്ട് അതിനെ നമ്മൾ റബ്ബർ കോമ്പൗണ്ട് വെച്ച് അപ്പുറത്ത് രണ്ട് സൈഡിലും കോട്ട് ചെയ്തിട്ട് ആണ് ഈ പ്ലൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ പ്ലൈസ് ആണ് നമ്മളിങ്ങനെ പല പല ലെയറുകളായിട്ട് ഇതിൽ എന്ത് ചെയ്യുന്നത്, അടുക്കുന്നത്. അപ്പോൾ ഹൈ ടെൻസൈൽ നൈലോൺ കോഡ്സ് ഹാവ് എ ഗ്രേറ്റർ റെസിസ്റ്റൻസ് ടു ഷോക്ക്, കട്ടിങ് ആൻഡ് ഹീറ്റ്. അപ്പോൾ ഇത് ടയറിന്റെ എന്താണ് അതിൻ്റെ ഒരു ഡ്യൂറബിലിറ്റി സഹായിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് പ്ലൈസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് തേർഡ് വൺ വന്നിട്ട് അതിനുശേഷം വരുന്നത് സ്റ്റീൽ കോഡ് ബെൽറ്റ് പ്ലൈസ് എന്ന് പറയും. അപ്പോൾ അതിന്റെ സ്റ്റെബിലിറ്റി, റോളിംഗ് റെസിസ്റ്റൻസ് ഒക്കെ മാറാൻ വേണ്ടി സ്റ്റീൽ കോഡ് ബെൽറ്റ് പ്ലൈസ് ഉപയോഗിക്കാറുണ്ട്. ദെൻ അത് കഴിഞ്ഞ് നാലാമത്തത് ടെക്സ്റ്റൈൽ കോഡ് പ്ലൈ എന്ന് പറയും. അത് കഴിഞ്ഞ് വീണ്ടും എന്താണ് ഒരു ടെക്സ്റ്റൈൽ കോഡ് പ്ലൈ. അത് ഇന്റേണൽ പ്രഷറും ടയറിന്റെ ഷേപ്പ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഏതാണ്, ഈ നാലാമത്തതാണ് ടെക്സ്റ്റൈൽ കോഡ് പ്ലൈ എന്ന് പറയും. അത് കഴിഞ്ഞ് അവസാനം ഒരു ഇന്നർ ലൈനർ വരും, എയർ ടൈറ്റ് ആക്കാൻ വേണ്ടി. ടയറിനെ എയർ ടൈറ്റ് ആക്കാനായിട്ട് ഒരു ഇന്നർ ലൈനറും കൂടെ ഉണ്ട്. ദെൻ സിക്സ്ത് എന്ന് പറയുന്നത് സൈഡ് വാളാണ്. സൈഡ് വാൾ എന്ന് പറയുന്നത് സിക്സ്ത് സൈഡിൽ വരുന്നത്. ആ സൈഡ് വാൾ എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ആണ്, ക്രാക്ക് റെസിസ്റ്റന്റ് റബ്ബർ ആണ്, ആൻഡ് പ്രൊട്ടക്ട് ദ കാർക്കാസ് ഫ്രം ഡാമേജ്. അപ്പോൾ ലാർജ് റോക്ക്, ഇതൊക്കെ വേണം. ഹൈ കട്ട് റെസിസ്റ്റന്റ് ആണ് ഈ സൈഡ് വാൾ എന്ന് പറയുന്നത്. The side walls are designed to cushion the body plies from shock and cutting while being able to flex and bend without cracking. ബെൻഡ് ചെയ്യാനും ഫ്ലെക്സ് ഒക്കെ എബിലിറ്റി കൂടുതലുള്ളതാണ്, പക്ഷെ ഒരിക്കലും ഇത് ക്രാക്ക് ചെയ്യാത്ത രീതിയിലുള്ള ഡിസൈനിങ് ആണ് ഇത് ചെയ്യുന്നത്. പിന്നെ the side wall must also be able to withstand the ravages of the weather without deterioration ഒന്നും ഉണ്ടാകാത്ത ഒരു ടൈപ്പാണ്. അതാണ് ഈ സൈഡ് വാൾ എന്ന് പറയുന്നത്. ഇനി ഏഴാമത്തത് ബീഡ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയും. ഡയറക്ഷണൽ സ്റ്റെബിലിറ്റിയും സ്റ്റിയറിംഗ് റെസ്പോൺസ് ഒക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ ഇതിന്റെ ഒരു ബീഡ്
റീഇൻഫോഴ്സ്മെന്റ്. ബീഡ് എന്ന് വെച്ചാൽ ടയറിന്റെ റിമ്മുമായിട്ട് എന്ത് ചേർക്കുന്ന, ദ ബീഡ്സ് ഫിക്സ് ദി ടയർ ടു ദി റിം ടു സപ്പോർട്ട് ദി ലോഡ്, അതിനെയാണ് നമ്മൾ ബീഡ് എന്ന് പറയുന്നത്. ബീഡ്. ദെൻ ബീഡ് അപ്പെക്സ് ഉണ്ട്. ബീഡ് അപ്പെക്സ് ആണ് ഇവിടെ ഈ നമ്പർ കൊടുത്തത്. ബീഡ് അപ്പെക്സ് പ്രൊമോട്ട്സ് ഡയറക്ഷണൽ സ്റ്റെബിലിറ്റി, സ്റ്റിയറിംഗ് പെർഫോമൻസ് ആൻഡ് കംഫോർട്ട് ലെവൽ. അതാണ് ബീഡ് അപ്പെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലൈനർ എന്ന് പറഞ്ഞ സംഭവമാണ്. ട്യൂബ്ലെസ് ടയേഴ്സിലാണ് ഇത് കൂടുതലുള്ളത്. ട്യൂബ്ലെസ് ടയേഴ്സിൽ കമ്പോസ്റ്റ് ഓഫ് 2 or more layers ഓഫ് റബ്ബർ. അതെന്ന് വെച്ചാൽ എന്താണ്, എയറിനെ റീറ്റേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലൈനർ. അതെന്ന് പറഞ്ഞാൽ ട്യൂബ്ലെസ് ടയറിന്റെ ഇന്നർ വാളിലാണ് നമ്മൾ ഈ ലൈനർ ഉള്ളത്. ഈ ലൈനർ ഈസ് മേഡ് അപ്പ് ഓഫ് എയർ ഇംപെർമിയബിൾ റബ്ബർ കോമ്പൗണ്ട് ആൻഡ് ഈസ് കമ്പയറബിൾ ടു ട്യൂബ്സ് യൂസ്ഡ് ഇൻ ട്യൂബ് ടൈപ്പ് ടയർ. നമ്മൾ ട്യൂബ് ടൈപ്പില് ട്യൂബ് ഉണ്ടല്ലോ, അതുപോലത്തെ എയർ കടക്കാത്ത റബ്ബർ കോമ്പൗണ്ട് വെച്ചിട്ടാണ് ഈ ലൈനർ യൂസ് ചെയ്യുന്നത്. അത് വേറൊരു എന്താണ് ഇതിന്റെ ഒരു ടേം ആണ്. അപ്പൊ ട്യൂബ്ലെസ് ടയർ ജനറലി എന്താണ്, വെയിറ്റ്ലെസ് ആണ് എന്ന് അറിയാം. മറ്റേതിനേക്കാളും വെയിറ്റ്ലെസ് ആണ്. അതിന്റെ ട്യൂബിന്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് വെയിറ്റ്ലെസ് ആണ്. പിന്നെ പെട്ടെന്ന് കാറ്റ് പോകത്തില്ല, അത് നമുക്ക് അറിയാവുന്ന കാര്യം. അപ്പൊ അതിന് യൂസ് ചെയ്യുന്നതാണ് ലൈനർ എന്ന് പറയുന്നത്. അത് ഏറ്റവും ഇൻസൈഡ് വാളിലുള്ള ഒരു കോട്ടിംഗ് ആണ്. ഈ എയർ ഇംപെർമിയബിൾ റബ്ബർ കോമ്പൗണ്ടിനെയാണ് നമ്മൾ ലൈനർ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ടയർ ക്രോസ് സെക്ഷൻ കാണിച്ചിട്ടുണ്ട്. ട്രെഡ്, കാർക്കാസ് എന്ന് വെച്ചാൽ തൊട്ട് കാണുന്ന നമ്മളെ ബോഡിയിൽ ഉള്ള കാർക്കാസ്. ദെൻ സൈഡ് വാളുണ്ട്, ബീഡ് ഉണ്ട്, ഷോൾഡർ ഉണ്ട്, ദെൻ ബീഡ് സീറ്റ്, റിമ്മ്, വാൽവ്, ഇതൊക്കെ എൻ്റെ ടയറിന്റെ ക്രോസ് സെക്ഷൻ ആണ്. അതിൻ്റെ ഒരു ക്രോസ് സെക്ഷണൽ കട്ട് ബൈ പാർട്ടാണ്, കൂടുതൽ വ്യക്തമാവും. ട്രെഡ് ഉണ്ട്, സൈഡ് വാൾ, സെക്കൻഡ് ബെൽറ്റ്, ഫസ്റ്റ് ബെൽറ്റ്. നമ്മൾ ഓരോ പ്ലൈസ് വെച്ചിട്ടാണ് നമ്മളിത് പറയുന്നത്. ഫസ്റ്റ് പ്ലൈ, സെക്കൻഡ് പ്ലൈ. ഔട്ടർ സർഫസിൽ ചില മാർക്കിങ്സുകളുണ്ട്. അപ്പൊ അതിൽ ഉള്ള കുറച്ച് ടെർമിനോളജീസ് ആണ്. ഒന്ന് സൈപ്സ്. കണ്ടോ, സൈപ്സ്, ഗ്രൂസ്, ബ്ലോക്ക്, റിബ്, ഡിംപിൾസ്, ഷോൾഡർ. ഇത്രയും ഇത് അതിന്റെ ഔട്ടർ സർഫസിൽ വരുന്ന ചില എന്താണ് ഡിസൈൻ ആണ്. അപ്പൊ ഇത് എന്തൊക്കെയാണ്, ഇതിന്റെ യൂസ് എന്താണ്? സൈപ്സ് എന്ന് പറയുന്നത് സ്മോൾ സ്ലിറ്റ് ലൈക്ക് ഗ്രൂസ് ഇൻ ദി ട്രെഡ് ബ്ലോക്ക് ദാറ്റ് അലൗസ് ദി ബ്ലോക്സ് ടു ഫ്ലെക്സ് ആവാൻ വേണ്ടി, ഫ്ലെക്സിബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൈപ്സ് കൊടുക്കുന്നത്. സൈപ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സൈഡിലുള്ള ഒരു സ്ലിറ്റ് ലൈക്കുള്ള ഗ്രൂസിനെയാണ് പറയുന്നത് സൈപ്സ്. ഇത് എന്താണ് എസ്പെഷ്യലി ഹെൽപ്ഫുൾ ഓൺ ഐസ്, സ്നോ, ഡേർട്ട്, ഇതിലൊക്കെ എന്താണ് കൂടുതൽ ഫ്ലെക്സിബിൾ ആകാൻ വേണ്ടിയിട്ട് സൈപ്സ് യൂസ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് വരുന്നത് ഗ്രൂസ്. ദിസ് ക്രിയേറ്റ് വോയിഡ്സ് ഫോർ ബെറ്റർ വാട്ടർ ചാനലിംഗ് ഓൺ വെറ്റ് റോഡ് സർഫസസ്. അല്ലെ, വെള്ളം എന്താണ് കടന്നു പോകാൻ വേണ്ടിയിട്ട്. വെറ്റ് റോഡ് ആണെങ്കിൽ ടയറിന്റെ സർഫസിൽ ഇല്ലാതെ അതിന്റെ അകത്തൂടെ പെട്ടെന്ന് ചാനൽ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രൂസ് കൊടുക്കുന്നത്. ഗ്രൂസ് ആർ ദ മോസ്റ്റ് എഫിഷ്യന്റ് വേ ഓഫ് ചാനലിംഗ് വാട്ടർ ഫ്രം ഇൻ ഫ്രണ്ട് ഓഫ് ദി ടയേഴ്സ് ടു ബിഹൈൻഡ് ഇറ്റ്. ഫ്രണ്ടിൽ നിന്ന് വന്ന് ബാക്കിലേക്ക് അങ്ങ് പോകാൻ വേണ്ടിയിട്ടാണ്. ദെൻ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ കട്ടായിട്ടുള്ള ആ ഗ്രൂസിന്റെ ഇടയിൽ വരുന്ന എന്നാണ് നമ്മൾ ബ്ലോക്കുകൾ എന്ന് പറയുന്നത്. ബ്ലോക്ക് ആർ ദ സെഗ്മെന്റ്സ് ദാറ്റ് മേക്ക് അപ്പ് ദി മെജോറിറ്റി ഓഫ് ദി ടയേഴ്സ് ട്രെഡ്. ദെയർ പ്രൈമറി ഫംഗ്ഷൻ ഈസ് ടു പ്രൊവൈഡ് ട്രാക്ഷൻ. അല്ലെ, റോഡ് സർഫസുമായിട്ട് ട്രാക്ഷൻ ക്രിയേറ്റ് ചെയ്യാനാണ് ബ്ലോക്കുകൾ ഉള്ളത്. അപ്പം നമ്മൾ ഓഫ് റോഡ് ആണെങ്കിൽ വലിയ കട്ടിയുള്ള ബ്ലോക്കുകൾ ആണ് ഓഫ് റോഡ് വീലിലൊക്കെ കാണുന്നത്. ദെൻ comes the ribs. Ribs are straight lined row of blocks that create circumferential contact band. അത് ഒരു ടൈപ്പ് ഓഫ് എന്ത് തന്നെയാണ്, ബ്ലോക്ക് തന്നെയാണ്. Then comes dimples. Dimples എന്ന് പറയുമ്പോൾ എന്താണ് ഇൻഡൻഷൻസ്, അല്ലെ, ചെറിയ റൗണ്ട് ലൈക്ക് ഹോൾസിനെ പറയും. ഡിംപിൾസ് ആർ ദി ഇൻഡൻഷൻസ് ഇൻ ദ ട്രെഡ് നോർമലി ടുവേർഡ്സ് ദി ഔട്ടർ എഡ്ജ് ഓഫ് ദി ടയർ. ദേ ഇംപ്രൂവ് കൂളിംഗ്. കൂടുതൽ നമുക്ക് അറിയാലോ, വീലും റോഡുമായിട്ടുള്ള ഒരു ഫ്രിക്ഷൻ വഴി ഹീറ്റ് കൂടുതൽ വരാറുണ്ട്. അപ്പൊ അത് കുറയ്ക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ഡിംപിൾസ് എന്ന് പറയുന്ന ഇൻഡന്റേഷൻസ് ആ ട്രെഡിൽ ഉള്ളത്. അതായത് ഇംപ്രൂവ് കൂളിംഗ്. ദെൻ കംസ് ഷോൾഡർ. ഷോൾഡർ എന്ന് പറയുമ്പോൾ ഔട്ടർ ആണ്. ഷോൾഡർ പ്രൊവൈഡ് കണ്ടിന്യൂസ് കോൺടാക്ട് വിത്ത് ദ റോഡ് വൈൽ മാനുവറിംഗ്. ദ ഷോൾഡർ ഇസ് റാപ്ഡ് സ്ലൈറ്റ്ലി ഓവർ ദി ഇന്നർ ആൻഡ് ഔട്ടർ വാൾ ഓഫ് ദി ടയർ. നമ്മളിങ്ങനെ മാനുവറിങ് ചെയ്യുമ്പോൾ, ഇങ്ങനെ വളയ്ക്കുമ്പോഴൊക്കെ എന്താണ് അത് കോണ്ടാക്ട്, റോഡ് കോണ്ടാക്ട് നിലനിർത്തുന്നത് ഷോൾഡേഴ്സ് കറക്റ്റ് ആയിട്ട് ഡിസൈൻ ചെയ്യുന്നതുകൊണ്ടാണ്. ദെൻ വോയിഡ് റേഷ്യോ എന്നൊരു ടേം ഉണ്ട്. വോയിഡ് റേഷ്യോ ഈസ് ദി എമൗണ്ട് ഓഫ് ഓപ്പൺ സ്പേസ് ഇൻ ദി ട്രെഡ്. ട്രെഡിലുള്ള വോയിഡ്സ് ലൈക്ക് സൈപ്സ്, ഗ്രൂവ്, ഡിംപിൾസ്, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വോയിഡ് റേഷ്യോ എന്ന് പറയുന്നത്.
എ ലോ വോയിഡ് റേഷ്യോ മീൻസ് എ ടയർ ഹാസ് മോർ റബ്ബർ ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് റോഡ് അല്ലെ. അതായത് എന്താണ് വോയിഡ്സുകൾ കുറവാണെങ്കിൽ അതിൻ്റെ ആ റബ്ബർ കൂടുതലും നമ്മൾ എന്താണ് റോഡിൽ അതിൽ കോണ്ടാക്ട് ആണ്. ഹൈ വോയിഡ് റേഷ്യോ ഇൻക്രീസസ് ദ എബിലിറ്റി ടു ഡ്രെയിൻ വാട്ടർ അല്ലെ. വാട്ടറിൽ ഒക്കെ എന്താണ് കൂടുതൽ പോകുന്നതാണെങ്കിൽ നമ്മൾ ഹൈ വോയിഡ് റേഷ്യോ കൊടുക്കും. സ്പോർട്സ്, ഡ്രൈ വെതർ ആൻഡ് ഹൈ പെർഫോമൻസ് ടയേഴ്സ് ഹാവ് എ ലോ വോയിഡ് റേഷ്യോ ഫോർ ഗ്രിപ്പ് ആൻഡ് ട്രാക്ഷൻ. സ്പോർട്സിനും കോമ്പറ്റീഷനും ഡ്രൈ വെതറിലൊക്കെ ആണെങ്കിൽ അങ്ങനത്തെ ഉള്ള വീലുകളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, വോയിഡ് റേഷ്യോ കുറവായിരിക്കും. നമുക്കറിയാം നമ്മൾ ഫോർമുല റേസിംഗ് വണ്ടികളിലെ നോക്കിയാൽ മതി, ടയർ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അത് അവിടെ ഒരു ഇല്ല ഗ്രൂവോ അല്ലെങ്കിൽ അത് വേറെ ഡിംപിൾസോ അങ്ങനെയുള്ള കാര്യമില്ല, വെറും ഫ്ലാറ്റ് ടയേഴ്സ് ആയിരിക്കും. വോയിഡ് റേഷ്യോ കുറവാണ്, ഏറ്റവും കുറവായിരിക്കും ഈ കോമ്പറ്റീഷൻ ഫോർമുല റേസിംഗ് വണ്ടികളുടെ എല്ലാം നമ്മുടെ ടയർ നോക്കുകയാണെങ്കിൽ. അതായത് അവർക്ക് എന്താണ് അത് വാട്ടറിന്റെ അവിടെ ഒരു ആവശ്യം അവിടെ ഇല്ല. ഓക്കെ, അവർക്ക് വേണ്ടത് ഗ്രിപ്പും ട്രാക്ഷനും ആണ് വേണ്ടത്. ദെൻ വെറ്റ് വെതറിലും സ്നോ ടയറിലൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഹൈ വോയിഡ് റേഷ്യോസ് ഉണ്ട്. ഇനി ട്രെഡ് ഫേസ് നോക്കുകയാണെങ്കിൽ, ട്രെഡുകൾ നോക്കുകയാണെങ്കിൽ 3 രീതിയിൽ നമുക്ക് ഇതിനെ തരംതിരിക്കാം. ഒന്ന് സിമെട്രിക്കൽ ആയിട്ടുള്ള ട്രെഡ്, അസിമെട്രിക്കൽ ആൻഡ് യൂണി ഡയറക്ഷൻ. നമുക്ക് ആ ഫിഗർ കാണുമ്പോൾ തന്നെ അറിയാം. സിമെട്രിക്കൽ എന്ന് പറയുമ്പോൾ കൺസിസ്റ്റന്റ് അക്രോസ് ദി ടയേഴ്സ് ഫേസ്, ബോത്ത് ഹാഫ്സ് ഓഫ് ദി ട്രെഡ് ഫേസ് ആർ ദി സെയിം ഡിസൈൻ. നമുക്ക് ആ ഫിഗർ കണ്ടാൽ തന്നെ അറിയാം സിമെട്രിക്കൽ ആണ്. Then asymmetrical എന്ന് വെച്ചാൽ the tread pattern changes across the face of the tire. These designs normally incorporates larger tread blocks on the outer portion for increased stability during cornering. അതായത് നിങ്ങൾ ആ ഫിഗർ നോക്കുമ്പോൾ അറിയാം, അതിന്റെ ആ ഷോൾഡർ പൊസിഷനിലാണ് അല്ലെങ്കിൽ ഔട്ടർ പൊസിഷനിലാണ് കൂടുതൽ എന്ത് വരുന്നത്, ട്രെഡ് ബ്ലോക്സുകൾ വരുന്നത്. അതായത് കോർണറിങ് ചെയ്യുമ്പോൾ ഇതിന് ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. The smaller inner blocks and greater use of grooves help to disperse water and heat. Then unidirection. Unidirection എന്ന് ഫിഗർ കാണുമ്പോൾ തന്നെ അറിയാം, ഒരേ ഡയറക്ഷനിലേക്ക് ഒരു ഗ്രൂവ്സ് ആണ് പോയിട്ടുള്ളത് അല്ലെ. ഡിസൈൻ ടു റൊട്ടേറ്റ് ഇൻ ഓൺലി വൺ ഡയറക്ഷൻ. ദീസ് ടയേഴ്സ് എൻഹാൻസ് സ്ട്രെയിറ്റ് ലൈൻ ആക്സിലറേഷൻ ബൈ റെഡ്യൂസിങ് റോളിംഗ് റെസിസ്റ്റൻസ്. സ്ട്രെയിറ്റ് ലൈൻ ആക്സിലറേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു യൂണി ഡയറക്ഷണൽ. നമുക്ക് ആ ഫിഗർ കണ്ടാൽ ഒരേ ഡയറക്ഷനിലേക്ക് ഒരു ആരോ പോലത്തെ നമുക്ക് എന്തുണ്ട്, അതിന്റെ ട്രെഡുകളുണ്ട്. They also provide shorter stopping distance. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ചവിട്ടിയാൽ അപ്പം തന്നെ അല്ലെ കുറെ ദൂരം നമുക്കറിയാലോ, അതിന്റെ ആ ഒരു ഷോർട്ടർ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്നത് യൂണി ഡയറക്ഷനിലാണ്. യൂണി ഡയറക്ഷണൽ ടയേഴ്സ് മസ്റ്റ് ബി ഡെഡിക്കേറ്റഡ് ടു എ സ്പെസിഫിക് സൈഡ് ഓഫ് ദി വെഹിക്കിൾ. സോ ദി ഇൻഫർമേഷൻ ഇൻ ദ സൈഡ് വാൾ വിൽ ഓൾവേസ് ഇൻക്ലൂഡ് എ റൊട്ടേഷണൽ ഡയറക്ഷൻ ആരോ. മേക്ക് ഷുവർ ദ ടയേഴ്സ് റൊട്ടേറ്റ് ഇൻ ദിസ് ഡയറക്ഷൻ ഓർ യു വിൽ ഗെറ്റ് ഇൻ ടു ഓൾ സോർട്ട് ഓഫ്. അതായത് ആ ഡയറക്ഷൻ നമുക്ക് ആരോ പോലെ കാണിച്ചേക്കുന്ന വെച്ചാൽ ആ ഡയറക്ഷനിലേക്കാണ് അത് റൊട്ടേറ്റ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പൊ ആ അതുപോലത്തെ ഡയറക്ഷനിൽ തന്നെ എന്ത് ചെയ്യണം, അതേ ഡയറക്ഷനിലേക്ക് തന്നെ ഇതിനെ എന്ത് ചെയ്യണം, പ്ലേസ് ചെയ്യണം എന്നുള്ള ഒരു കാര്യം കൊണ്ടുണ്ട്. അപ്പൊ അതായിരിക്കും അതിന്റെ ഒരു സ്പെസിഫിക്കേഷൻ, അങ്ങനെയാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ 3 ടൈപ്പാണുള്ളത്, സിമെട്രിക്കൽ, അസിമെട്രിക്കൽ ആൻഡ് യൂണിഡയറക്ഷൻ. ട്രെഡിന്റെ പാറ്റേൺ അനുസരിച്ച് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പെർഫോമൻസ്, സമ്മറിനാണെങ്കിൽ സമ്മർ ടൈപ്പ് ഉണ്ട്, ഓൾ വെതർ സിമെട്രിക്കൽ ടൈപ്പ് ഉണ്ട്, വെറ്റ് വെതറിന് കൂടുതൽ ബ്ലോക്ക് വരുന്നുണ്ട്, ഓൾ ടെറൈൻ വരുമ്പോൾ ബ്ലോക്ക് കൂടുതൽ നമുക്ക് കൂടും. ആ മഡിലാവുമ്പോൾ കൂടുതൽ വാട്ടർ ഡിസിപ്പേഷൻ വേണ്ടത് കൊണ്ട് മഡിന് വീണ്ടും ബ്ലോക്കുകൾ കൂടും. ഇത് നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ കോമ്പറ്റീഷന് ലോ വോയിഡ് ആണ്. കാരണം ആകെ രണ്ട് ലൈനാണ് അവിടെ കാണുന്നത്. കാരണം കൂടുതൽ റബ്ബർ കോണ്ടാക്ട് റോഡിൽ ആവശ്യമുള്ള ടയറുകൾ, കോമ്പറ്റീഷന് കാണുന്ന ടയറുകൾ. ഓക്കെ, ചില കോമ്പൗണ്ടുകൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടയറിന്റെ, അതായത് ടയർ മാനുഫാക്ചറിങ് സമയത്ത് ചില കോമ്പൗണ്ടുകൾ ആഡ് ചെയ്യുമ്പോൾ അതെന്ത് സംഭവിക്കുന്നു, ചില മാറ്റങ്ങൾ അതിന് കൊണ്ടുവരുന്നു, ചില ക്യാരക്ടറിസ്റ്റിക് ബിഹേവിയർ ചേഞ്ച് ആവുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, കാർബൺ ബ്ലാക്ക് ആഡ് സ്ട്രെങ്ത് ആൻഡ് അബ്രേഷൻ റെസിസ്റ്റൻസ് വൈൽ പ്രൊട്ടക്ടിങ് റബ്ബർ അഗൈൻസ്റ്റ് UV light. Then during curing, sulfur links rubber molecules together, adding strength and giving the rubber resistance to both heat and cold. അപ്പം carbon black strength, abrasion resistance, also protection against UV. സൾഫർ നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ക്യൂറിംഗ് ടൈമിൽ, റബ്ബർ ക്യൂറിംഗ് ടൈമിൽ സൾഫർ ആഡ് ചെയ്യുകയാണെങ്കിൽ അത് സ്ട്രെങ്ത്തും ഹീറ്റും കോൾഡിന് റെസിസ്റ്റൻസ് കിട്ടുന്നു. ദെൻ അനദർ ടൈപ്പ് വേറൊരു കോമ്പൗണ്ട് എന്ന് പറയുന്നത് സിങ്ക് സ്റ്റെറേറ്റ് ആണ്. സ്മോൾ അമൗണ്ട്സ് ഓഫ് സിങ്ക് സ്റ്റെറേറ്റ് ആൻഡ് വാക്സസ് ഹെൽപ്പ് കൺട്രോൾ ക്യൂറിംഗ് റേറ്റ്, പ്രിവെന്റ് ഓക്സിഡേഷൻ ആൻഡ് മേക്ക് റബ്ബർ ഈസിയർ ടു പ്രോസസ്. ദെൻ
Accelerators ഉണ്ട്. Accelerators are used to control the cure rate. So different types of rubber can cure fully in same amount of time. ഇതെല്ലാം റബ്ബറിന്റെ നമ്മൾ ടയർ ഉണ്ടാക്കുന്ന സമയത്ത് ആഡ് ചെയ്യുന്ന ചില കോമ്പൗണ്ട്സുകളാണ്. Then antioxidants and antioxidants are added to rubber to fight degradation of oxygen and ozone, which can shorten the life of tires. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള antioxidants-ഉം antioxidants-ഉം ആഡ് ചെയ്യാറുണ്ട്. ടൈപ്സ് ഓഫ് ടയേഴ്സ് അറിയാം. കൺവെൻഷണൽ ട്യൂബ്ഡ് ടയർ ഉണ്ട്, ട്യൂബ്ലെസ് ടയറും ഉണ്ട്. ഇതാണ് കൂടുതൽ നമ്മൾ ഈ രണ്ട് ടൈപ്പുകളാണ് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ട്യൂബ്ഡ് ടയർ ഉണ്ട്, ദെൻ ട്യൂബ്ലെസ് ടയറും ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ടയർ കൺസ്ട്രക്ഷൻസിൽ വരുന്നത് 3 ടൈപ്പ് ടയർ കൺസ്ട്രക്ഷൻസ് ആണ്. ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. ക്രോസ് പ്ലൈ ഓർ ബയാസ് പ്ലൈ ടൈപ്പ് ഉണ്ട്, റേഡിയൽ പ്ലൈ ടൈപ്പ് ഉണ്ട്, ബെൽറ്റഡ് ബയാസ് പ്ലൈ ടൈപ്പ് ഉണ്ട്. പ്ലൈസ് നമ്മൾ പറഞ്ഞു ഈ ട്രെഡിന്റെ അടിയിൽ പ്ലൈസുകളുണ്ട്. ഈ പ്ലൈസ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നതിൻ്റെ അനുസരിച്ച് 3 ടൈപ്പായിട്ടാണ് ഇവിടെ നമുക്ക് ഉള്ളത് ടയർ കൺസ്ട്രക്ഷൻ. ഒന്ന് ക്രോസ് പ്ലൈ ഓർ ബയാസ് പ്ലൈ ടൈപ്പ്. അതായത് നമ്മൾ ഈ പ്ലൈസ് ഉണ്ടല്ലോ, പ്ലൈസ് ഇങ്ങനെ ക്രിസ് ക്രോസ് രീതിയിൽ വെക്കുകയാണ്, കണ്ടോ, ക്രോസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ക്രോസ് പ്ലൈ ടയേഴ്സ് എന്ന് പറയും, അല്ലെങ്കിൽ ക്രോസ് പ്ലൈ ഓർ ബയാസ് കൺസ്ട്രക്ഷൻ എന്ന് പറയും. ദ പ്ലൈസ് ലേ ഡയഗണൽ ഫ്രം വൺ ബീഡ് ടു ദി അതർ ബീഡ്. ഒരു ബീഡിൽ നിന്ന് മറ്റേ ബീഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ അറ്റ് അബൌട്ട് 30 ഡിഗ്രി ആംഗിളിൽ നമ്മൾ ഇതിനെ ക്രോസ് ചെയ്ത് വെക്കുന്നു. വൺ പ്ലൈ ഈസ് സെറ്റ് ഓൺ ദ ബയാസ് ഇൻ വൺ ഡയറക്ഷൻ ആസ് സക്സീഡിങ് പ്ലൈസ് ആർ സെറ്റ് ആൾട്ടർനേറ്റീവ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. നമ്മളിങ്ങനെ പിന്നി വെക്കുക എന്ന് പറയുന്നത് അല്ലേ, പിന്നി വെക്കുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ വെക്കുന്നതിനെയാണ് നമ്മൾ ക്രോസ് പ്ലൈ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. The layers of plies are then covered with more rubber to form the thread of the tire. ഇത് കഴിഞ്ഞാൽ അതിന് മുകളിൽ വരുന്നത് എന്താണ്, ത്രെഡ് ആണ്. അപ്പൊ ഇതാണ് ക്രോസ് പ്ലൈ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇനി വരുന്ന റേഡിയൽ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. റേഡിയൽ കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ നോക്കി, ആ റേഡിയൽ ബെൽറ്റ് പോലെ നമ്മൾ അങ്ങനെ എന്താണ് അതിനെ അറേഞ്ച് ചെയ്യുന്നു. റേഡിയൽ ഇസ് എ ടൈപ്പ് ഓഫ് ടയർ ദാറ്റ് ഈസ് കൺസ്ട്രക്റ്റഡ് വിത്ത് റബ്ബർ കോട്ടഡ് റീഇൻഫോഴ്സിങ് സ്റ്റീൽ വയർ ബെൽറ്റ്. അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞാൽ നൈലോൺ ആകാം, കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റീൽ ബെൽറ്റുകളാണ്. അതെങ്ങനെയാണ്, പാരലലായിട്ട് ഇതിനെ എന്ത് ചെയ്യും, അടുക്കും. are assembled parallel and run from side to side, bead to bead at an angle of 90 degrees to the circumferential central line of the tire. ഇങ്ങനെ അടുക്കി ഒന്നിന് മുകളിൽ ഒന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, റേഡിയലി അടുക്കി പോകുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റേഡിയൽ പ്ലൈ ടൈപ്പ് എന്ന് പറയുന്നത്. They construct the radial ply coats and stabilize the tread area. This makes the tire more flexible, which reduces rolling resistance to improve fuel economy. The numerous rubber coated steel belts are then constructed into the crown of the tire under the tread to form a strong stable two-stage unit. ഇതാണ് റേഡിയൽ പ്ലൈ ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ രണ്ടിന്റെ ഒരു എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ, ക്രോസ് പ്ലൈയും റേഡിയൽ പ്ലൈ നോക്കുകയാണെങ്കിൽ, ഇപ്പം വെഹിക്കിൾ സ്റ്റെഡിനെസ് കൂടുതലും ക്രോസ് പ്ലൈക്കാണുള്ളത്. ദെൻ കട്ട് റെസിസ്റ്റൻസ്, ട്രെഡിൽ കട്ട് റെസിസ്റ്റൻസ് കൂടുതൽ വരുന്നത് റേഡിയലിനാണ്. സൈഡ് വാളിന് പക്ഷേ കട്ട് റെസിസ്റ്റൻസ് കൂടുതൽ വരുന്നത് ഇതിനാണ്, ക്രോസ് പ്ലൈക്കാണ്. കാരണം സൈഡ് വാളിനെ എന്ത് ചെയ്യുകയാണ്, ഇത് ക്രോസ് ചെയ്ത് വരെയാണ്. ദെൻ റിപ്പയറബിലിറ്റി ക്രോസ് പ്ലൈക്കാണ് കൂടുതൽ. ദെൻ സെൽഫ് ക്ലീനിങ് പ്രോപ്പർട്ടി ക്രോസ് പ്ലൈക്ക്. ദെൻ കൂടുതൽ ട്രാക്ഷൻ വരുന്നത് റേഡിയലിന്, ഹീറ്റ് റെസിസ്റ്റൻസ് വരുന്നത് റേഡിയലിനാണ്, വെയർ റെസിസ്റ്റൻസ് വരുന്നത് റേഡിയലിനാണ്, ഫ്ലോട്ടേഷനും ഫ്യൂൽ എക്കണോമി എല്ലാം വരുന്നത് റേഡിയൽ ടൈപ്പ് അല്ലെങ്കിൽ റേഡിയൽ പ്ലൈ കൺസ്ട്രക്ഷൻ ടൈപ്പ് ടയറിനാണ്. ലാസ്റ്റ് മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ബെൽറ്റഡ് ബയാസ് പ്ലൈ ടൈപ്പ് ആണ്. Belted ply tires with the belts added to increase the treaded stiffness. Belt do not run around the side walls, they lay under the tread only. ട്രെഡിന്റെ താഴെ മാത്രം ഇങ്ങനെ ബെൽറ്റ് പോലെ നമ്മൾ ഇതിനെ എന്ത് ചെയ്യുന്നു, ഈ പ്ലൈയെ അറേഞ്ച് ചെയ്യുന്നു. Belts and plies run at different angles, മാറിയാണ് പോകുന്നത്. Offers some reduction in rolling resistance over the bias ply tire, provides smooth ride and good traction. അപ്പോൾ ഇതാണ് ബെൽറ്റഡ് ബയാസ് ടയർ. ബെൽറ്റ് ആണ്, ക്രിസ് ക്രോസ് ആയിട്ടുള്ള ബെൽറ്റുകൾ നമ്മൾ ത്രെഡിന്റെ ഏരിയയിൽ നമുക്ക് പ്ലൈസ്, താഴെ പ്ലൈസുകളുണ്ട്. ഇത് നമ്മൾ ബെൽറ്റ് ടൈപ്പ് അതിന്റെ മുകളിൽ, ട്രെഡിന്റെ മുകളിൽ മാത്രം, സൈഡ് വേസിൽ വരത്തില്ല. ത്രെഡിന്റെ മുകളിൽ മാത്രം നമ്മൾ ഇത് ബെൽറ്റ് ടൈപ്പ് നമ്മൾ എന്ത് ചെയ്യുന്നു, അറേഞ്ച് ചെയ്യുന്നു.
ഇപ്പോൾ കമ്പാരിസൺ നമ്മൾ നേരത്തെ അതിൻ്റെ ഒരു പ്രോപ്പർട്ടി കമ്പാരിസൺ നമ്മൾ നോക്കിയായിരുന്നു. അപ്പോൾ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് സൈഡ് വാൾസ് ക്യാൻ ബി ബെൻഡ് റെഡിലി. റേഡിയൽ പ്ലൈൻ്റെ അഡ്വാൻറ്റേജസ് പറയാണ് കമ്പയറിംഗ് ടു ക്രോസ് പ്ലൈ. Side walls can be bent readily. Its shock absorbing capacity is 25% more than bias ply or cross ply. The breaker strips of radial tires act independently of the wall plies, unlike in cross ply where there is no breaker strip. Lower rolling resistance and hysteresis loss leads to less fuel consumption. Economic ആണെന്ന് നമ്മൾ പറഞ്ഞത് fuel economic ആണ്. Longer tread life because of less heat built in tire. Heat resistance കൂടുതലുള്ളതുകൊണ്ട് tread life കൂടുതലാണ്. കൊറോഷൻ ഉണ്ടാവത്തില്ല, അല്ലെങ്കിൽ അതിൻ്റെ wear and tear കുറവായിരിക്കും. Braking efficiency on wet road is better because of greater sidewall flexibility and tread stiffness. Wet roadലെ braking efficiency better ആണ്. Smaller slip angles and higher cornering power which results in better steering characteristics. Steering ചെയ്യുമ്പോൾ അല്ലെങ്കിൽ cornering ചെയ്യുമ്പോൾ stability കൂടുതലായിരിക്കും. While turning turns, it has less tendency to distort and lift off the road from one side. അല്ലെ, ഒരു സൈഡിൽ നിന്ന് ലിഫ്റ്റ് ആകാനുള്ള ടെൻഡൻസി കുറവാണ് റേഡിയൽ പ്ലൈയിൽ. Then larger resistance to punches, cuts and impacts in the tread area. Tread area resistance to cuts, punches and impacts. ഇതാണ് നമ്മൾ ടയറിലുള്ള നമ്മുടെ റീഡിങ്സ്. ഇതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? ഇങ്ങനെ നമ്മൾ റീഡിങ്സ് കണ്ടിട്ടുണ്ട്, 160/80 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ റീഡിങ്സ് കണ്ടിട്ടുണ്ട്. എന്താണ് ഇത് വ്യക്തമാക്കുന്നത്? 195/55 R1687V. ഇതാണ് കോമൺ ആയിട്ടുള്ള നമ്മളുടെ ടയർ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ 195 എന്ന് പറയുന്നത് ഇതിൻ്റെ വിഡ്ത്ത്, ടയർ വിഡ്ത്ത് ഇൻ മില്ലിമീറ്റർ ആണ്. സൂചിപ്പിക്കണം 195 is the section width. This is the tire width in millimeter. ഇനി ആസ്പെക്ട് റേഷ്യോ കണ്ടോ, ഫിഗറിൽ കണ്ടല്ലോ. ദിസ് റെപ്രസെന്റ് ദ ഹൈറ്റ് ഓഫ് ദി ടയർ സൈഡ് വാൾ ആസ് എ പെർസെൻറ്റേജ് ഓഫ് സെക്ഷൻ വിത്ത്. സെക്ഷൻ വിത്തിന്റെ എത്ര പെർസെൻറ്റേജ് ആണ് സൈഡ് വാൾ? അപ്പം 195ന്റെ 55% ആണ് ഇതിന്റെ ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത്. ദെൻ ആർ എന്ന് കാണിച്ചിരിക്കുന്ന റേഡിയൽ ടയർ ആണെങ്കിൽ R. കൺസ്ട്രക്ഷൻ ആണ്. കോഡ് പ്ലൈസ് ആർ അറേഞ്ച്ഡ് അറ്റ് 90 degrees ഓഫ് ദി ഡയറക്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു റേഡിയൽ ആണെങ്കിൽ R എന്ന് പറയും. ഇപ്പൊ ക്രോസ് ആണെങ്കിൽ C എന്നുള്ള ക്രോസ് പ്ലൈയിൽ കാണിക്കും. ദെൻ അടുത്തൊരു നമ്പർ ഉണ്ട് 16. അതെന്ന് പറയുന്നത് റിം ഡയമീറ്റർ ആണ്. 16 റിം ഡയമീറ്റർ ഇൻ ഇഞ്ചസ്. ദിസ് ഈസ് ദി ഡയമീറ്റർ ഓഫ് ടയേഴ്സ് ഇന്നർ റിം ഇൻ ഇഞ്ചസ്. അതാണ് നെക്സ്റ്റ് വരുന്നത്. പിന്നെ ഒരു ഗ്യാപ്പ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു ന്യൂമറിക്കൽ ഉണ്ട്, 2 digits ഉണ്ട്. അത് ലോഡ് ഇൻഡെക്സ് ആണ്. അതായത് കപ്പാസിറ്റി, ലോഡ് കപ്പാസിറ്റി ഓഫ് ടയറിനെ കാണിക്കുന്നു. മാക്സിമം വെയിറ്റ് ലിമിറ്റ് പെർ ടയർ അതാണ് കാണിക്കുന്നത് 87. ദെൻ ലാസ്റ്റ് കാണിക്കുന്നത് സ്പീഡ് സിമ്പിൾ ആണ്. അതായത് ഇൻഡിക്കേറ്റ്സ് ദി മാക്സിമം സ്പീഡ് ഫോർ ദ ടയർ അറ്റ് ദ ഫുൾ ലോഡ് ഇൻ ദിസ് കേസ് അപ് ടു. അപ്പോൾ ഇതിനൊരു മാക്സിമം സ്പീഡ് എത്ര യൂസ് ചെയ്യാം ഈ ടയറിന്. ഇവിടെ V എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിനൊരു ഗ്രാഫ് ഉണ്ട്, മീൻസ് ഒരു ടേബിൾ ഉണ്ട്. ഇപ്പോൾ V എന്ന് പറയുന്നത് ഇവിടെ 240, മാക്സിമം സ്പീഡ് 240 km/h ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ ഡിജിറ്റ്സ് ഓരോ സ്പീഡിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മൾ ടയർ റീഡിംഗ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഇതിന്റെ സ്പെസിഫിക്കേഷൻ ടയറിൽ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ഓരോ ഡിജിറ്റ്സ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഫസ്റ്റ് 3 ആയിട്ടുള്ള ഡിജിറ്റ്സ് എന്ന് പറയുന്നത് സെക്ഷൻ വിഡ്ത്ത്, ഡയമീറ്റർ, ടയറിന്റെ വിഡ്ത്ത് ആണ് കാണിക്കുന്നത്. അടുത്ത ആസ്പെക്ട് റേഷ്യോ ആണ്. സൈഡ് വാൾ എത്ര പെർസെൻറ്റേജ്, സെക്ഷൻ വിഡ്ത്തിനൊക്കെ എത്ര പെർസെൻറ്റേജ് ആണ് അതിന്റെ വിഡ്ത്ത് എന്നുള്ളത്. ദെൻ കൺസ്ട്രക്ഷൻ ഏത് ടൈപ്പ് ആണ്. ദെൻ കംസ് റിം ഡയമീറ്റർ. അത് കഴിഞ്ഞ് ലോഡ് ഇൻഡെക്സ്, ഇതിന്റെ മാക്സിമം ലോഡ് എത്ര വെയിറ്റ് നമുക്ക് ഇതിന്റെ ലിമിറ്റ്. നെക്സ്റ്റ് സ്പീഡ് സിമ്പിൾ ആണ്. ഇതാണ് ടയർ റീഡിംഗ് എന്ന് പറയുന്നത്. വേറൊരു ടേമും കൂടെ നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത് അക്വാ പ്ലാനിങ് അല്ലെങ്കിൽ ഹൈഡ്രോ പ്ലാനിങ്. അക്വാ പ്ലാനിങ് അല്ല ഹൈഡ്രോ പ്ലാനിങ് നമ്മൾ ഫിഗർ കാണിച്ചു തരാം. അപ്പം വെള്ളമായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഇപ്പോൾ വെള്ളമുണ്ട്, വാട്ടർ ഫിലിം ഉണ്ടെങ്കിലും ഇവിടെ ഫുൾ കോണ്ടാക്ട് ഉണ്ട്. ഇവിടെ വെള്ളം അല്പം കൂടെ റൈസ് ചെയ്തപ്പോൾ അവിടുത്തെ റോഡ് കോണ്ടാക്ട് അല്പം കൂടെ കുറഞ്ഞിട്ടുണ്ട്. ഇവിടെ വെള്ളത്തിന്റെ എമൗണ്ട് കൂടിയപ്പോൾ അവിടെ റോഡിന്റെ കോണ്ടാക്ട് ഇല്ല. അതിനെയാണ് നമ്മൾ ഹൈഡ്രോ പ്ലാനിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അക്വാ പ്ലാനിങ്. ഡയറക്ഷൻ ഓർ സ്പീഡ് ചേഞ്ച് റിലേസ് ഓൺ ദ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ടയേഴ്സ് ആൻഡ് ദ റോഡ് സർഫസ്. അറിയാം നമുക്ക് വണ്ടിയുടെ സ്പീഡും അല്ലെങ്കിൽ ഡയറക്ഷനും ഒക്കെ റിലേ ചെയ്യുന്നത് വണ്ടിയുടെ ടയറും റോഡും തമ്മിലുള്ള ഒരു ഫ്രിക്ഷൻ ആണ്, നമ്മൾ ട്രാക്ഷൻ എന്ന് പറയും.
Grooves of rubber tire are designed to disperse water from under the tire, providing high friction even in wet condition. നമ്മൾ പഠിച്ചതാണ്. Then aquaplaning occurs when the tire encounters more water than it can dissipate. അല്ലേ, നമ്മൾ പറഞ്ഞു വെള്ളം നമ്മളെ ഡിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിൽ ഗ്രൂവ് ഒക്കെ ഇടുന്നത് നമ്മുടെ പാറ്റേണിൽ. അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നേക്കാൾ കൂടുതൽ വെള്ളം വരികയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കാം? അക്വാപ്ലാനിങ് സംഭവിക്കാം. ഇതിനെ എന്ത് ചെയ്യാൻ, വെള്ളം ഡിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാതെ വരും. സ്റ്റിയറിംഗ് അപ്പിയേഴ്സ് ലൈറ്റ് ആസ് ഇഫ് യു ആർ ഡ്രൈവിംഗ് വിത്ത് വീൽസ് ഇൻ എയർ. അല്ലേ, വെള്ളത്തിൽ കൂടുതലാകുമ്പോൾ നമുക്ക് എന്താണ്, സ്റ്റിയറിംഗ് ലൈറ്റ് ആയിരിക്കും, ലൈറ്റ് ആയിട്ട് തോന്നും. Water pressure in front of the wheel makes a wedge of water under the leading edge of the tire, causing it to lift from the road. റോഡിൽ നിന്ന് ലിഫ്റ്റ് ആവും. This loss of traction causes the wheels to slip and prevents the vehicle from responding to steering, braking or accelerating. സ്റ്റിയർ ചെയ്യാനോ ബ്രേക്ക് ചെയ്യാനോ ആക്സിലറേറ്റ് ചെയ്യാനോ ഒന്നും ചെയ്യാൻ പറ്റാതെ ഒരു അവസ്ഥ വരും. As a result, the vehicle can go out of control, start to skid or spin. റിസ്ക് ഓഫ് അക്വാപ്ലാനിങ് ഇൻക്രീസസ് വിത്ത് ദി ഡെപ്ത് ഓഫ് സ്റ്റാൻഡിങ് വാട്ടർ. വെള്ളം കൂടുമ്പോഴാണ് നമുക്ക് ഈ അക്വാപ്ലാനിങ് കൂടുതൽ സംഭവിക്കുന്നത്. ഇഫ് മൾട്ടിപ്പിൾ ടയേഴ്സ് അക്വാപ്ലാൻ, ദ വെഹിക്കിൾ ലോസ് ഡയറക്ഷണൽ കൺട്രോൾ ആൻഡ് സ്ലൈഡ് അണ്ടിൽ ഇറ്റ് എയ്തർ കൊളൈഡ്സ് വിത്ത് ആൻ ഒബ്സ്റ്റക്കിൾ ഓർ സ്ലോസ് ഡൗൺ സോ ദാറ്റ് ദ ഫ്രിക്ഷൻ ഈസ് റീഗെയിൻഡ്. സോ ഇത് വരാനുള്ള ചാൻസസ് എന്തൊക്കെയാണെന്നുള്ളത്, അപ്പം ടയർ ട്രെഡ് വെയർ. Worn tires will aquaplane more easily due to lack of tread depth. അത് നമ്മൾ ടയർ മൊട്ടയാകുമെന്ന് പറയാം, അത് ഗ്രൂവ് എല്ലാം പോയി കഴിയുമ്പോൾ. പിന്നെ അണ്ടർ ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പം പ്രഷർ, ടയർ പ്രഷർ കുറവാണെങ്കിൽ അണ്ടർ ഇൻഫ്ലേഷൻ എൻഹാൻസസ് അക്വാപ്ലാനിങ്. Then longer and thinner the contact patch, less likely a tire is aquaplaned. അതായത് സ്മോൾ ഡയമീറ്റർ ആൻഡ് വൈഡ് ടയേഴ്സ് ആർ മോർ പ്രോൺ ടു അക്വാപ്ലാൻ. ചെറിയ ഡയമീറ്ററും വിഡ്ത്ത് വൈഡ് കൂടിയതുമായിട്ടുള്ള എന്താണ് കാറുകൾ, അപ്പോൾ ആസ്പെക്ട് റേഷ്യോ ഉണ്ടല്ലോ, അപ്പം അതായത് സ്മോൾ ഡയമീറ്ററും വൈഡ് ടയേഴ്സും ആണെങ്കിൽ അത് കൂടുതൽ അക്വാപ്ലാനിങ്ങിന് ചാൻസ് കൂടുതലാണ്. Then more weight on a properly inflated tire increases the contact patch. Weight can have the opposite effect if the tire is underinflated ആണെങ്കിൽ ചാൻസ് ഉണ്ടാവും. Combination vehicles like semi-trailers are more likely to experience uneven aquaplaning caused by uneven weight distribution. ഇപ്പം സെമി ട്രെയിലേഴ്സ്, നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ തന്നെ വേറൊരു ഒന്നും കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ സെമി ട്രെയിലേഴ്സ് ആണ്, അപ്പോൾ അവിടെ അൺഈവൻ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. അപ്പം അൺഈവൻ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആകുമ്പോൾ ടയർ കറക്റ്റായിട്ട് എന്ത് ചെയ്യത്തില്ല, കോണ്ടാക്ട് വരത്തില്ല. പിന്നെ വെള്ളം കൂടെ വരുമ്പോൾ എന്ത് സംഭവിക്കും, അക്വാപ്ലാനിങ് വരും. അപ്പോൾ ഈ അക്വാപ്ലാനിങ് വരികയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ബ്രേക്ക് ചെയ്യാനോ ആക്സിലറേറ്റ് ചെയ്യാനോ സ്റ്റിയർ ചെയ്യാനോ ഒന്നും ശ്രമിക്കരുത്. അത് കൂടുതൽ എന്ത് ചെയ്യും, ഔട്ട് ഓഫ് കൺട്രോൾ ആയി എവിടെയെങ്കിലും ഇടിച്ച് നിൽക്കും. ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്പീഡ് അത് പതുക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, റെഡ്യൂസ് ചെയ്ത് കോണ്ടാക്റ്റിൽ വന്നതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ, വീണ്ടും ഓടിച്ചു തുടങ്ങാവൂ. അല്ലേ, സ്റ്റിയറിങ് നമുക്ക് ഡിസ്കണക്ട് ആയി പോവും, അതുമായിട്ട് നമുക്കൊരു ബന്ധവും കാണത്തില്ല. അതുപോലെ തന്നെ ബ്രേക്കും ആക്സിലേറ്ററും ഒന്നും ചെയ്യാൻ പാടില്ല. സ്പീഡ് തനിയെ റെഡ്യൂസ് ചെയ്ത് റോഡിൽ ഫുൾ കോണ്ടാക്ട് വന്നാൽ മാത്രമേ നമുക്ക് അക്വാപ്ലാനിങ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഒഴിവാക്കാൻ പറ്റൂ.